1994 വ്യാഴത്തിൽ പതിച്ച വാൽ നക്ഷത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഗലീലിയോ. യുറാനസ് ഗ്രഹം നീല കലർന്ന പച്ച നിറമായി കാണപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം മീഥേൻ വാതകം. യുറാനസിന് ചുറ്റുമുള്ള 13 വലയങ്ങളിൽ ഏറ്റവും ഉള്ളിലുള്ള വലയം ഏതാണ്? ഉത്തരം സീറ്റ. കിഴക്കു ഭാഗത്ത് പ്രഭാത നക്ഷത്രമായും പടിഞ്ഞാറ് സായൻ നക്ഷത്രമായും കാണുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. 5 ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 150 കിലോഗ്രാം. 4 ഘട്ടങ്ങൾ ഉള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ പോളാർ ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 3000 കിലോഗ്രാം. 3 ഘട്ടങ്ങൾ ഉള്ളതും ദ്രാവക ക്രയോജനിക് ഘട്ടങ്ങൾ ഉള്ളതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റൽ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം 2000 കിലോഗ്രാം. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം PSLV C8. PSLV C8 വിക്ഷേപിച്ച ഇറ്റാലിയൻ ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം എജൈൽ. ഇറ്റലിയുടെ എജൈൽ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ISRO ചിലവാക്കിയ തുക? ഉത്തരം 70 കോടി രൂപ. ഏത് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹമാണ് എജൈൽ? ഉത്തരം ഗാമ രശ്മികൾ, പൾസർ, സൂപ്പർനോവ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹം. എജൈൽ ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 360 കിലോഗ്രാം. ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ ഈടാക്കുന്ന തുക? ഉത്തരം കിലോഗ്രാമിന് $15,000 മുതൽ $20,000 വരെ. ഉപഗ്രഹ വിക്ഷേപണത്തിനും ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം PSLV C13. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹം എന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം 2009 സെപ്റ്റംബർ 23. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 952 കിലോഗ്രാം. ഓഷ്യൻ സാറ്റിന്റെ ചിലവ്? ഉത്തരം 70 കോടി രൂപ. ഓഷ്യൻ സാറ്റ് 1 ഉപഗ്രഹത്തിന്റെ സേവന കാലാവധി എത്രയാണ്? ഉത്തരം 10 വർഷം. ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ. പ്രകാശത്തിന് പോലും മുക്തമാകാനാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ പ്രതിഭാസം? ഉത്തരം തമോഗർത്തം.
സൂര്യ സിദ്ധാന്തം എന്ന വാന നിരീക്ഷണ ശാസ്ത്ര ഗ്രന്ഥം രചിച്ച പ്രാചീന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ആസ്ട്രോമെഡി എന്നാൽ എന്താണ്? ഉത്തരം ആകാശത്തിൽ ഒരു നക്ഷത്രത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുകയും ആ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനെ ആസ്ട്രോമെട്രി എന്ന് പറയുന്നു. നക്ഷത്രങ്ങളുടെ ഈറ്റില്ലം. ഉത്തരം നെബുലകൾ. ചൊവ്വ ഗ്രഹത്തിന്റെ ചുവപ്പ് നിറത്തിലുള്ള കാരണം? ഉത്തരം അയൺ ഓക്സീകരിക്കുന്നത് മൂലം ഈ ഗ്രഹത്തിന് തുരുമ്പിന്റെ ചുവപ്പ് നിറമാണ്. മാഗ്മ സമുദ്രത്തിന്റെ ആഴം? ഉത്തരം 500 കിലോമീറ്റർ. ഒരു മാസം ഇടവിട്ടുണ്ടാകുന്ന ചാന്ദ്രകമ്പനങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഉത്തരം ഭൂമിയിൽ നിന്നുള്ള ടൈഡൽ ബലങ്ങൾ. ചന്ദ്രനിലെ വലിയ ഗർത്തങ്ങളോട് അനുബന്ധിച്ച് ഗുരുത്വാകർഷണ മണ്ഡലത്തിലുണ്ടാകുന്ന വർധന ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാസ്കോണുകൾ. ചന്ദ്രന് ചുറ്റുമുള്ള ബഹിരാകാശ വാഹനത്തിന്റെ പരിക്രമണത്തിൽ സ്വാധീനിക്കുന്നത് എന്താണ്? ഉത്തരം മാസ്കോണുകൾ. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ഗ്രഹണം എന്ന പ്രതിഭാസം എന്താണ്? ഉത്തരം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരേ നേർരേഖയിൽ വരുന്നതാണ് ഗ്രഹണം എന്ന പ്രതിഭാസം. ചൊവ്വയിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നൽകിയിട്ടുള്ള പേരെന്ത്? ഉത്തരം ലാബിറന്തസ് നോക്ടേസ്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഒളിമ്പസ് മോൺസ്. ചൊവ്വയിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യനിർമ്മിതമായ പേടകം ഏതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയന്റെ മാർസ് 3. തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ആർച്ചിബാൾഡ് വീലർ. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം? ഉത്തരം ഭൂമി. ഭൂമിയുടെ 71% എന്താണ്? ഉത്തരം മഹാസമുദ്രം. വ്യാഴത്തിന്റെ ഉപഗ്രഹം? ഉത്തരം ഗാനിമീഡ്. സ്വന്തം കാന്തിക മണ്ഡലമുള്ള ഉപഗ്രഹം? ഉത്തരം ഗാനിമീഡ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിനത്തിൽ. സൂര്യഗ്രഹണം നടക്കുന്നത് ഏത് ദിവസത്തിലാണ്? ഉത്തരം അമാവാസി ദിവസം. ഗ്രഹങ്ങളുടെ ആവർത്തനം വിശദീകരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം സാരോസ് ചക്രം ഉപയോഗിച്ച്. സാരോസ് ചക്രത്തിന്റെ കാലയളവ്? ഉത്തരം 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറും. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. പ്ലാനറ്റ് ഷൈൻ എന്ന പ്രതിഭാസം ഏത് ദിനങ്ങളിലാണ് കൂടുതൽ വ്യക്തമായി കാണാനാകുന്നത്? ഉത്തരം അമാവാസിയോട് അടുത്ത ദിവസങ്ങളിൽ. ചന്ദ്രനും സൂര്യനുമെല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം ഗ്രീക്ക് ചിന്തകനായ അനക്സിഗൊരാസ്. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ.
ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം: സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം.